എന്റെ അർജുൻ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? അപകടനില അപകടനില തരണം ചെയ്തിട്ടുണ്ട്. തലച്ചോറിലെ രക്തസ്രാവം ഞങ്ങൾ തടഞ്ഞു. പക്ഷേ എന്താ ഡോക്ടർ പക്ഷേ? പ്ലീസ് പറയൂ ഡോക്ടർ. തലക്കേറ്റ കടുത്ത ആഘാതം കാരണം അർജുന് റെട്രോഗ്രേഡ് അംനീഷ്യ എന്ന അവസ്ഥയിലാണ്. അതായത് അവന്റെ കഴിഞ്ഞ കുറച്ചു കാലത്തെ ഓർമ്മകൾ താൽക്കാലികമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്താ ഡോക്ടർ? അവന്റെ ഓർമ്മയിൽ ചില കാര്യങ്ങളൊന്നും പാടെ മാഞ്ഞുപോയിരിക്കുന്നു. അവന് കുറച്ചു കാലമായി ഓർമ്മയുള്ള ആളുകളെയോ സംഭവങ്ങളെയോ അവന് ഓർക്കാൻ സാധ്യതയില്ല. അവനെ ഒട്ടും സ്ട്രെസ് ചെയ്യിക്കരുത്. എനിക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച അർജുൻ, എന്റെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന അർജുൻ, ഇപ്പോൾ തന്നെ തീർത്തും അറിയാത്ത ഒരു അപരിചിതനായി മാറിപ്പോയിരിക്കുന്നു. അർജുന് ഈ പുതിയ കാലത്തെ ഓർമ്മകളെ നഷ്ടപ്പെട്ടത്. അപ്പോ അവന്റെ പഴയ കൂട്ടുകാരിയല്ലേ ഞാൻ. എന്നെ അവൻ ഒരിക്കലും മറക്കാൻ വഴിയില്ല. അവന്റെ പഴയ ഓർമ്മകളിൽ ഞാൻ അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു. ലക്ഷ്മി അമ്മേ, ഞാൻ പോയി അർജുനെ കാണാം. അവന് എന്നെ നന്നായി ഓർമ്മയുണ്ടാകും. അവൾ നീതു പറഞ്ഞതിന്റെ അർത്ഥം അർജുൻ അവളെ ഓർക്കുമോ? നീതു, അർജുൻ, നിനക്കെന്നെ ഓർമ്മയുണ്ടോടോ? പിന്നല്ലാതെ. പക്ഷേ എനിക്ക് എന്താ പറ്റിയത് നീതു? നമ്മൾ കോളേജിലല്ലായിരുന്നോ? അർജുൻ, നീ ഇപ്പൊ സമാധാനമായി കണ്ണടച്ച് കിടക്ക്. വേറൊന്നും ചിന്തിക്കണ്ട. എന്നാലും എനിക്ക് എന്താ പറ്റിയത് നീതു? സമയമുണ്ടല്ലോ അർജുൻ, ഞാൻ നിനക്ക് സമാധാനമായി എല്ലാം പറഞ്ഞു തരാം. എന്റെ അമ്മ എവിടെ? അമ്മ പുറത്തുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. അർജുൻ, അപ്പോൾ പറഞ്ഞ പോലെ അർജുൻ സമാധാനത്തോടെ ഒന്ന് കണ്ണടച്ച് കിടക്ക്. എല്ലാം ഓക്കെ ആവും. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണണം നീതു. അമ്മയൊക്കെ അവിടെ ഉണ്ട് അർജുൻ. ഇപ്പോൾ അകത്തേക്ക് വരും. എന്തോ ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റ് പോലെ. എന്തൊക്കെയോ ഒരു... വേണ്ട അർജുൻ, നീ കൂടുതൽ ചിന്തിച്ച് തലപുണ്ണാക്കണ്ട. നീ ഇപ്പൊ സമാധാനത്തോടെ ഇരിക്കൂ. ഓക്കെ നീതു. ഞാൻ പുറത്തേക്ക് പോയിട്ടേ നിന്റെ അമ്മയെ ഇങ്ങോട്ട് വിടാം. ഇവിടേക്ക് ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ അമ്മ വരാതിരുന്നത്. നീ കണ്ണു തുറന്നെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നിന്നെ കാണണമെന്ന് എനിക്ക് തോന്നി അർജുൻ. നിന്നെ കാണാതെ, നിന്നോട് സംസാരിക്കാതെ ഈ നീതുവിന്റെ മനസ്സിൽ ഒരു സന്തോഷവും ഉണ്ടാവില്ല. നീ കണ്ണു തുറന്നെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ നിനക്ക് ശ്വാസം പോലും നേരെ വീണത്. ഒരു തുള്ളി ജലപാനം പോലും ഞാൻ കുടിച്ചിട്ടില്ല അർജുൻ. പോയിട്ട് ഞാനും കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി അർജുൻ. സോറി അമ്മേ, അർജുൻ കണ്ണു തുറന്നെന്ന് പറഞ്ഞപ്പോ അവനെ കാണാനുള്ള പൂതി കൊണ്ട് ഞാൻ അമ്മയുടെ കാര്യം അങ്ങ് മറന്നുപോയി. അവൻ എന്നോട് സംസാരിച്ചോ മോളെ? സംസാരിച്ചോന്നോ? എന്നെ കണ്ടപാടെ നീതു എന്ന് വിളിച്ചു. ഹാവൂ, എന്റെ മോൻ നിന്നെ തിരിച്ചറിഞ്ഞോ? തിരിച്ചറിയ മാത്രമല്ല, അമ്മയെയും അന്വേഷിച്ചു അവൻ. ആണോ? എന്റെ മോൻ എന്നെ അന്വേഷിച്ചോ? ഉവ്വമ്മേ, അമ്മയോട് അകത്തേക്ക് ഇപ്പോൾ വരാൻ പറ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നിക്കുവാ. അമ്മ ചെല്ല്. അർജുനെ അമ്മയെ കാണാൻ കൊതിയുണ്ട്. വേറെ ആരെയും അർജുൻ അന്വേഷിച്ചില്ലമ്മേ. എന്നാ മക്കളെ, ഞാൻ അവനെ ഒന്ന് കണ്ടുവരട്ടെ. കേട്ടോ ഗൗരി, അവൻ എന്നെ നന്നായി ഓർക്കുന്നു. എന്നെ കണ്ടപാടെ തന്നെ അവൻ ഗൗരി എന്ന് വിളിച്ചു. അവൻ എന്നോട് ചോദിക്കാ നമ്മൾ കോളേജിലല്ലായിരുന്നോന്ന്. അവൻ നമ്മുടെ പഴയ ഓർമ്മകളിലേക്ക് പോയിരിക്കുക. അവൻ അന്ന് അവന്റെ കൂട്ടുകാരി ഞാൻ മാത്രമായിരുന്നല്ലോ. എന്തായാലും ഒരുപാട് താങ്ക്സ് ഗൗരി. അർജുൻ അവൻ എന്നെ മറന്നു പോയോ? നീതുവിനെ മാത്രമാണോ അവന്റെ മനസ്സിൽ? അവൻ എന്നെ അന്വേഷിച്ചതേ ഇല്ലല്ലോ അർജുൻ.